അതുപോലെ വളാഞ്ചേരിയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകാനായിട്ട് ഒരു 2 മണിക്കൂറോളം വേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെ ഫയലുമായിട്ട് പോവുക, നടന്ന് പോവുക, നല്ല ടയേർഡാവും. ഞാൻ പല ബാങ്കിൻ്റെയും അല്ലെങ്കിൽ പല സ്റ്റെപ്പുകളിലും പോയി നിന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ആ ജോലിയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, ഞാൻ പഠിച്ചിട്ടും STO ഒന്നും പഠിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ പുറകിലായിപ്പോയല്ലോ എന്ന് വെച്ചിട്ട് ആദ്യമൊക്കെ ഞാൻ കരഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി കരഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും കൂടുതലും എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു ഞാൻ. നേരത്തെ HSST എക്സാമിന് വന്ന ആ ഒരു നെഗറ്റീവ് ഇപ്പം ഇവിടെ റിക്കവർ ചെയ്തു. അതായത് എല്ലാ എക്സാമും സഹകാരിയുടെ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടും നമുക്ക് അതിനകത്ത് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. തെറ്റപ്പോൾ നമ്മൾ വീണ്ടും അത് പഠിക്കും, റിപ്പീറ്റ് ചെയ്ത് പഠിക്കും. കേരള PSC റാങ്ക് ലിസ്റ്റുകൾ, അതിനോടൊപ്പം ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിനേഷനിലൂടെ സഹകാരിയിലേക്ക് വരുന്നു. നിലവിലെ ടീച്ചിങ് മേഖലയിൽ സഹകാരി കൈവച്ച നമ്മുടെ NVT GFC ടീച്ചർ പരീക്ഷയിൽ 10ാം റാങ്ക്. പിന്നെ സഹകാരി വന്നതിന് ശേഷം എത്ര റാങ്ക് വന്നു? എല്ലാം കൂടെ ഒരു പകുതിയോളം അല്ലേ? 27 ഏകദേശം പകുതിയോളം നമുക്ക് ഈ പറഞ്ഞ പോലെ ജൂനിയർ ഓഡിറ്റർ, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അടക്കമുള്ള കോച്ചിങ്ങിലെല്ലാം ഒരുപോലെ കൂടെ നിൽക്കുകയും, അപ്പോൾ ഇപ്പൊ നിലവിൽ ഇപ്പോൾ അഡ്വൈസ് മേടിച്ചിരിക്കുന്നത് NVT GFC ടീച്ചറായിട്ട് 10ാം റാങ്കോട് കൂടി നിൽക്കുന്ന രഹ്നയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ രഹ്നയുടെ സ്റ്റോറി നിങ്ങളെപ്പോലുള്ള എസ്പെഷ്യലി ലേഡീസിന് ഒരു വലിയ മോട്ടിവേഷൻ ആകാൻ പറ്റുന്ന ഒരു വലിയ സ്റ്റോറിയുടെ ഉടമ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ മാത്രമല്ല മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. സഹകാരിയുടെ ജന്മദേശമായിട്ടുള്ള കല്ലറയിലാണ് നമ്മളിന്നുള്ളത്. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് പറഞ്ഞ കുട്ടിയാണ് രഹ്ന സിംബി. ഓക്കെ രഹ്ന, അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ്. ഈ കൺഗ്രാചുലേഷൻ പറയേണ്ട സമയം കുറച്ച് മുന്നേ ആയിരുന്നു. കാര്യം എന്ന് പറയുമ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇപ്പൊ എത്ര ആളായി? ജോലിയിലാണ്. ഒരു 1.5 വർഷമായി റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. ഫസ്റ്റ് റാങ്ക് പ്രീജ ആയിരുന്നു. അതിൽ നമുക്ക് ഏകദേശം 3-4 പേര് നമ്മുടെ കുട്ടികളായിരുന്നു. ചെറിയ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഈ ഒരു ഓവറോൾ ജേണി ഇല്ലേ രഹ്ന, നമ്മൾ തുടക്കം തൊട്ടുള്ളൊരു ജേണി. അപ്പോൾ ബേസിക്കലി ഈ സർക്കാർ ജോലി എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എങ്ങനെയാ വരുന്നത്? അത് ഹസ്ബൻഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഹസ്ബൻഡാണ് എന്നെ ഒരു ഡിഗ്രിക്ക് ശേഷം എന്റെ ഹസ്ബൻഡാണ് PGയും BEdും എല്ലാം പഠിപ്പിച്ചതും. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും ഏത് കോഴ്സിനും കൂടെ നിന്നത് ഹസ്ബൻഡായിരുന്നു. അപ്പൊ ആദ്യകാലത്തെ PSC പഠനത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാൻ? ആദ്യകാലത്ത് ഞാൻ PGയും BEdും കഴിഞ്ഞതിന് ശേഷമായിരുന്നു PSCയിലേക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം അടുത്തുള്ള ഒരു കോച്ചിങ് സെന്ററിൽ പോയി അവിടെ പഠിച്ച ഒരു 6 മാസം ആയപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു PSC പഠിക്കാനായിട്ട്. 6 മാസം എത്തിയപ്പോൾ തന്നെ ഞാൻ ഒരു മെയിൻ ലിസ്റ്റിൽ വന്നായിരുന്നു. അതായത് ഫസ്റ്റ് വന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിരുന്നു. അതിൽ അത്യാവശ്യം നല്ല മാർക്കും ഉണ്ടായിരുന്നു. പിന്നീട് എന്നാൽ അത് പിന്നെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ പോലീസ്, അങ്ങനെ ഈ ഫോഴ്സിലായിരുന്നു കൂടുതലും വന്നത്. കാരണം അതിൽ കുറച്ച് ആള് കുറവായതുകൊണ്ടായിരിക്കാം അതിലൊക്കെ വന്നിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഫിസിക്കല് ഞാൻ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഫിസിക്കലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ജോലി അപ്പോഴെനിക്ക് ആ ജോലി സ്കിപ്പ് ചെയ്തു എന്നുള്ളൊരു വിഷമം അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ പുഷ്പം പോലെ എഴുതിയെടുക്കും എന്നുള്ളൊരു ധാരണ എന്നെക്കാൾ കൂടുതൽ അവർക്കുണ്ടായിരുന്നു. പക്ഷെ എല്ലാം തെറ്റായിരുന്നു. ഒന്നും കിട്ടിയിട്ടില്ല. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊക്കെ 1 മാർക്കിൽ ഔട്ടായി പോവുമായിരുന്നു. പിന്നെ അങ്ങനെ വരുന്നതെല്ലാം കുറച്ച് നാൾ വരുന്നതെല്ലാം സപ്ലിമെന്ററി ലിസ്റ്റിലായിരുന്നു, അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും താഴെയായിരുന്നു. അങ്ങനെയൊക്കെ വന്ന് എനിക്കൊരു ഫെയിലൂർ ആയിരുന്നു കുറച്ചു കാലം. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും പരാജയപ്പെട്ട് തുടങ്ങിയപ്പോൾ അതിനുള്ളൊരു പ്രധാന കാരണം ഞാൻ ഈ ജനറൽ PSCയും സബ്ജക്ട് PSCയും കൂടെ ഒരുമിച്ച് വന്നു. അതായത് നമ്മളിപ്പോ ഒരു അക്കൗണ്ടന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വിളിക്കുമ്പം അപ്പോഴൊരു ജോലിയാണല്ലോ. അപ്പൊ ജോലി അത്യാവശ്യം ആകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് 2 മാസം ഇത് പഠിക്കാം. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ജനറൽ PSC പഠിക്കും. അപ്പൊ ഒന്നും അറിയാണ്ടായി പോകും. രണ്ടിലും ലിസ്റ്റിൽ വരും, പക്ഷെ ഏറ്റവും താഴെയായിരിക്കും. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഫോക്കസ്ഡ് ആവുക എന്നുള്ള കാര്യം. നമ്മളിപ്പോ 2 കോഴ്സിൽ 3 കോഴ്സ് വരുമ്പോൾ നമുക്ക് തോന്നും എന്നെ കൊണ്ട് അതും പറ്റും ഇതും പറ്റും എല്ലാം പറ്റും. ലോട്ടറി എടുക്കുന്ന പോലെ ലോട്ടറി ആകുമ്പോഴത്തേക്കും 10 എടുത്ത ഏതെങ്കിലും ഒന്ന് അടിക്കാനുള്ള സാധ്യത കൂടും. പക്ഷെ ഇതാകും 10 എടുക്കുമ്പോൾ ഒന്നും കിട്ടാനുള്ള സാധ്യത കുറയും അല്ലേ? ശരിക്കും സഹകാരിയിലേക്കുള്ള എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് STOക്ക് മുന്നേ അല്ലേ? അക്കൗണ്ടന്റ് ഗ്രേഡ് 2 പരീക്ഷയിലാണ് സഹകാരിയിലേക്ക് എൻട്രി. ആ സമയത്ത് ജോലിയുണ്ടല്ലേ? ജോലിയുണ്ട്. ജോലിയോടൊപ്പം ഉള്ള പഠനമാണ്.
അപ്പൊ ജോലി ദൂരെയായിരുന്നോ? അതുപോലെ അന്ന് മൂത്ത മോൻ എത്ര വയസ്സുണ്ട്? മൂത്ത മോനെന്ന് 7ാം ക്ലാസ്സിലോ 8ലോ. ആ സമയത്ത് പ്രഗ്നൻസി അല്ലേ? പ്രഗ്നൻസി ആ ടൈമിലൊക്കെ വളാഞ്ചേരിയിലുണ്ട് കുറച്ച് ആള്. അതിനുശേഷം ഡെലിവറി ടൈമിലാണ് ഇങ്ങോട്ടേക്ക് ഞാൻ ചോദിക്കുന്ന രവീനെ, നമ്മുടെ ഈ ഒരു കുട്ടികള് പലപ്പോഴും പിന്മാറുന്നത് പ്രഗ്നൻസി, കുഞ്ഞ്, ജോലി, വീട്ടിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അവിടെയൊക്കെ പിന്മാറാതെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താണ് രഹനെ മുന്നോട്ട് കൊണ്ടുപോയത്? അതായത് അതെ, സാറ് പറഞ്ഞത് ശരിയാണ്. പലരും പറയും പ്രഗ്നൻസി ആകുമ്പോഴേ പറയും ഇനി കുഞ്ഞിന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ ഇനി ഒരു ജോലിയിലേക്ക് അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ, പിന്നെ കോച്ചിങ്ങിനൊക്കെ പോയി. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെറിയ കുട്ടികളുള്ള ഒരു കാലമാണ്. എന്തൊക്കെ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നാലും നമുക്കത് റിക്കവർ ചെയ്യാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടിയായിരിക്കപ്പോഴാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ആരും ഇല്ല. 37 ദിവസം ഡെലിവറി കഴിഞ്ഞ് 37 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ആരുമില്ല. ഹസ്ബൻഡ് മാത്രമാണ് ഹെൽപ്പിനുള്ളത്. പിന്നെ അതൊരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അത്യാവശ്യം രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഒരു വീട്ടിലെ കാര്യം ഒരു 3 മണിക്കൂർ, മാക്സിമം 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ബാക്കി എല്ലാ സമയം കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് തന്നെ ഈവൻ ഫീഡിങ് ടൈം പോലും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോഴൊക്കെ ഞാൻ ക്ലാസ് കേൾക്കുമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും അവര് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കളിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, കുറുക്ക് കൊടുക്കുന്ന സമയം, അപ്പോഴൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും കുഞ്ഞുങ്ങളെയും കൊണ്ട്. ഏറ്റവും കൂടുതലും എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു ഞാൻ. നേരത്തെ HSST എക്സാമിന് വന്ന ആ ഒരു നെഗറ്റീവ് ഇപ്പൊ ഇവിടെ റിക്കവർ ചെയ്തു. അതായത് എല്ലാ എക്സാമും സഹകാരിയുടെ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടും നമുക്ക് അതിനകത്ത് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാം അറ്റൻഡ് ചെയ്യുകയും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. തെറ്റപ്പോൾ നമ്മൾ വീണ്ടും അത് പഠിക്കും, റിപ്പീറ്റ് ചെയ്ത് പഠിക്കും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് കേട്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ വീക്കിലി എക്സാം ഉണ്ടായിരുന്നു, അതെല്ലാം അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ എക്സാം ടൈമിൽ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരാറുണ്ട്. ടോപ്പിൽ വരുമായിരുന്നു. ഫൈനൽ വരെ ഞാൻ ഫസ്റ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ലാസ്റ്റ് ടൈമിലാണ് 1 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് 10ാം റാങ്കിലേക്ക് പോയത്. അപ്പോൾ അത്തരത്തില് ഒരു എന്താ പറയാ, ഒരു ഡ്രീം ജേർണി എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരുപാട് കഷ്ടപ്പാടുകളുടെ ഒരു ജേർണിയാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു പരീക്ഷയിൽ വീണുപോയി എന്ന് വിചാരിച്ചിട്ട് അവിടെ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചുകൊണ്ടിരിക്കുക. എത്ര കാലം നമ്മൾ എവിടെയാണോ സക്സസ് ആവുന്നത് അതുവരെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരുന്നാലും രക്ഷപ്പെടും, എത്തേണ്ടടത്ത് എത്തും, ഉറപ്പായിട്ടും എത്തും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. രഹനയോടൊപ്പം കല്ലറ നിന്നും താങ്ക് യു.